പൊട്ടിപ്പോയി. ഒരിക്കലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. പണക്കൊഴുപ്പിന്റെ മുകളിൽ മാതാവിന്റെ മാതൃത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന കാലഘട്ടത്തിനോട് മാതാവിന്റെ പാഠം നമുക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ. മാതാവിന്റെ പാഠം നമുക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാ. ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം ഒരുപാട് പുരോഗമനത്തിന്റെ പടവുകൾ ചവിട്ടി നിൽക്കുന്ന കാലഘട്ടത്തിലാ ആറ്റം ബോംബുകളും മിസൈലുകളും തീരങ്കികളും രക്തബാഗുകളും ബീജവും മുലപ്പാലും ഹൃദയവും കരളും പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന തരം വരെ പുരോഗമനത്തിന്റെ പടവിലേക്ക് നിൽക്കുന്ന ശാസ്ത്രലോകത്തിന് ഇന്ന് വരെ ഒരു മാതൃസ്നേഹത്തെ അളന്നുകൊണ്ട് ഈ ലോകത്തോട് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെ പറഞ്ഞു തുടങ്ങുകയാ. ഉമ്മയറിയാൻ വന്നിരിക്കുന്നവരെ, ഉമ്മയുടെ മഹത്വം അറിയാൻ കാത്തിരിക്കുന്നവരെ, ഉമ്മാടെ മാധുര്യത്തെ തിരിച്ചറിയാൻ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ കടന്നു വരികയാ. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാ, നാം മനുഷ്യരോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാ, നാം മനുഷ്യരോട് വസിയത്ത് ചെയ്തിരിക്കുകയാ. അവന്റെ മാതാപിതാക്കളോട് അവൻ ഗുണം ചെയ്യട്ടെ, അവരോട് കരുണ കാണിക്കട്ടെ, അവരോട് മമത കാണിക്കട്ടെ, അവരോട് താഴ്മ കാണിക്കട്ടെ. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഹമലത്തോ ഖുർആൻ. ഒന്നാമത് ഉമ്മാടെ സ്ഥാനമല്ലാന്റെ ഖുർആൻ പറഞ്ഞതെങ്ങനെയാ? ഒന്നാമത് ഉമ്മാടെ നിലവാരമല്ലാന്റെ ഖുർആൻ പറഞ്ഞതെങ്ങനെയാ? ഹമലത്തോ ഉമ്മുഹു ഖുർആൻ. ആ പൊന്നുപോലെ ഗർഭം ചുമന്നത് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാ. ഇത് പന്നിപ്പുറത്തുള്ള കേച്ചേരിയിലുള്ള കുന്നംകുളത്തുള്ള പന്തല്ലൂരുള്ള ഒരു ഉമ്മ പറയുന്നതല്ല. ഓരേ ഞാൻ നിന്നെ കഷ്ടപ്പെട്ടുകൊണ്ടാ ഗർഭം ചുമന്നിരുന്നു ഒരു ഉമ്മ പറഞ്ഞു വരുന്ന കഥയല്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് മോനെ പറയുന്നത്. ഹമലത്തോ ഉമ്മുഹു ഖുർആൻ. അവനെ അവന്റെ ഉമ്മ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് ചുമക്കുകയാ. അതേ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്യുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉമ്മയെ അറിയാൻ വേണ്ടി പറഞ്ഞു തരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട രണ്ടു പാഠം. ഒന്ന്, ഉമ്മ നമ്മെ ഗർഭം ചുമന്നു. രണ്ട്, ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ട് ചുമന്നു, അതിലേറെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ നമ്മെ പ്രസവിച്ചു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു ആ മഹാനുഭാവന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് 10 മാസം നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, പ്രസവിച്ചത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, പാലൂട്ടിയത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈ 3 കാര്യങ്ങളും നിന്റെ ഉപ്പാക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഹമലത്തോ ഉമ്മുഹു ഖുർആൻ. ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. വവലഅതുഹു ഖുർആൻ. അതിലേറെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാ പ്രസവിച്ചത്. പ്രസവവേദനയ്ക്ക് പകരം കൊടുക്കാൻ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ, ഒന്നുമില്ല. ആ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ചാരത്ത് പോയിരുന്ന ആശ്വാസവാക്ക് പറയലല്ലാതെ, അല്ലേ, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഇസ്ലാം അതിന്റെ കാരണം പറഞ്ഞത് നിന്റെ മക്കളെ അവൾ പ്രസവിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. കുടുംബജീവിതം, എന്റെ കുടുംബജീവിതം എന്ന കാസറ്റ് കേട്ടവർക്കതറിയാം. നീ എന്തുകൊണ്ട് ഭാര്യയെ ബഹുമാനിക്കാൻ പറഞ്ഞു ഒരു ഭർത്താവിനോട്? എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതൊരു കടുത്ത കൈയായി പോയില്ലേ? ഇല്ല, നിന്റെ മക്കളെ പ്രസവിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഉമ്മയുടെ വില, അതാണ് ഉമ്മയുടെ നിലവാരം, അതാണ് ഉമ്മയുടെ അവസ്ഥ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചുകൊണ്ട് നിന്റെ ഉമ്മ നിന്നെ ചുമന്നു, അതുപോലെ അതേ ത്യാഗം സഹിച്ചുകൊണ്ട് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിന്റെ മുറ്റത്തിങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട സ്വഹാബിയതാ വയോവൃദ്ധയായ ഉമ്മയെ തലയിൽ വെച്ചുകൊണ്ട് തോളത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്.
കഅബാലയത്തിന്റെ ചുറ്റും തന്റെ ഉമ്മയെ കൊണ്ട് നടക്കുകയാണ്. ദ്വാരക്കണം, എനിക്കും കൊണ്ടുപോകണം എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട, കഞ്ഞി കുടിക്കാറ്, ചായ കുടിക്കാറ്, അതുപോലും എന്റെ പൊന്നുപോൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് വളർത്തിക്കൊണ്ടുവന്ന ചറ്റക്കൂടയിടകത്ത് കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതുപോലെ പ്രിയപ്പെട്ട ഉമ്മയെയും കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ദാരത്ത് അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് പോകണമെന്ന കൊതിയുണ്ട്. നിങ്ങൾ ദ്വാരക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല നോക്കുമ്പോ വയോവൃദ്ധയായ ഉമ്മയെ തോളത്ത് വെച്ചുകൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. തവാഫ് ചെയ്ത് വിയർപ്പെടുകയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പ് കൊണ്ടുവച്ചിട്ട് ചോദിക്കുന്ന തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് പകരമാകുമോ ഇത്? എന്റെ ഉമ്മ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തങ്ങളെ? എന്റെ ഉമ്മ എനിക്ക് വേണ്ടി എത്രയാ ബുദ്ധിമുട്ട് സഹിച്ചത്? എന്റെ ഉമ്മ എനിക്ക് വേണ്ടി എത്രയാ ത്യാഗം സഹിച്ചത്? അതുകൊണ്ട് തങ്ങളെ അതിന് പകരമാകുമോ ഇത്? ഈ കഅബാലയത്തിന്റെ ചുറ്റും എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ തവാഫ് ചെയ്യിപ്പിക്കുമ്പോ, എന്റെ തോളത്ത് വെച്ചുകൊണ്ട് എന്റെ ഉമ്മയെ കൊണ്ട് കറങ്ങുമ്പോ അതിന് പകരമാകുമോ എന്ന് ചോദിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാ, ഇല്ല, ഒരിക്കലുമാവില്ല, ഒരിക്കലുമാവില്ല. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ അനുഭവിച്ച വേദനയുണ്ടല്ലോ, ആ വേദനയുടെ ഒരംശത്തിന് പോലും പകരമാവില്ല. മാതാവിനെ തോളത്ത് വെച്ചുകൊണ്ട് കഅബാലയത്തിന്റെ ചുറ്റും അനേകം പ്രാവശ്യം തവാഫ് ചെയ്താൽ നിന്റെ ഉമ്മ അനുഭവിച്ച പ്രസവവേദനയുടെ ഒരൽപ്പത്തിന് പോലും പകരമാവില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അത് അത്ര ഗൗരവമുള്ളതായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പ്രസവത്തിലൂടെ ദീനുള്ള ഒരു പെണ്ണ് പ്രസവത്തിലൂടെ മരണപ്പെട്ടാൽ അതിന് പകരം അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുന്നതാണ്. അത്ര ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ്. അത് ജീവിതഗന്ധിയായ, ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട ഒരു സംഭവമായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത്. പ്രസവത്തിലൂടെ ഈമാനുള്ള വിശ്വാസിയായ ഒരു പെണ്ണ് പ്രസവത്തിലൂടെ മരണപ്പെട്ടാൽ ആ പെണ്ണിന് സ്വർഗമുണ്ടത്രേ. ലേബർ റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒന്നു കൊടുക്കാറുണ്ടോ നിങ്ങൾ? ഒന്നു കൊടുക്കണം. എന്നിട്ട് നഫീസാ ബീവി റളിയല്ലാഹു അൻഹ ഇടപ്പാളിലെടുത്ത് കാളാച്ചാലിൽ ഞാൻ 2 ദിവസം പ്രസംഗിച്ചു. മിസ്റിന്റെ മാണിക്യം നിങ്ങളെല്ലാവരും കേട്ടിരുന്നവരാണ്. നഫീസാ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ലേബർ റൂമിലേക്ക് കടന്നു ചെല്ലണം. അല്ലാഹു ഗർഭവതികൾ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ സ്വലാഹിയത്ത് നിറഞ്ഞു തുളുമ്പുന്ന മക്കളെ അല്ലാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല, ഒരിക്കലും കഅബാലയത്തിന്റെ ചുറ്റും നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ കൊണ്ട് കറങ്ങിയതിന് പകരമായിട്ട് നിന്റെ മാതാവിനോടുള്ള കടമ തീരൂല്ല. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ അനുഭവിച്ചു പോയ നൊമ്പരത്തിന്റെ ഒരൽപ്പം നൊമ്പരത്തിന് പോലും ഇത് പകരമാകൂല്ല. കഅബാലയത്തിന്റെ ചോട്ടിലേക്ക് പ്രിയപ്പെട്ട ഉമ്മിച്ചാല് ഇറക്കി വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് പറയുന്നു, ഉമ്മോ, ഒരു പൊരുത്തക്കേട് പോലും എനിക്ക് തരില്ല ഉമ്മ. എന്റെ പന്തല്ലോട് പഠിച്ചുകൂടിയ ചെറുപ്പക്കാരാ, ഇന്ന് മുതൽ ഉമ്മയോട് പിണങ്ങുന്ന ഒരു പൊന്നുപോല് പോലും ഉണ്ടാകാൻ പാടില്ല. ഉമ്മയോട് വഴക്കിടുന്ന, ഉമ്മയോട് തർക്കിക്കുന്ന, ഉമ്മയോട് പിണങ്ങുന്ന ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല. എത്ര ചെയ്താലും തീരാത്ത കടമയാ, എത്ര നിർവഹിച്ചാലും തീരാത്ത കടപ്പാടാ, എത്ര കൊടുത്താലും തീരാത്ത സ്നേഹത്തിന്റെ നീരുറവയാ.